താങ്ങാൻ പറ്റാനാ? എത്രയോ കാലത്തിന് ശേഷം ഒന്നിച്ചതാ അമ്മയും മോളും. എന്നിട്ടിപ്പോ നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സാ ശ്യാമയുടേത്. എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ? നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ അമ്മേ? ആ ശാപം ശ്യാമയുടെ മേലും പതിച്ചു കാണും. അല്ലാതെ ഇതിനിപ്പോ എന്താ മറുപടി പറയാ? മോനെ, നീ സൂര്യ ഒന്ന് വിളിച്ചു നോക്കി. വരുൺ, എന്താ ഏട്ടാ, എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ലടാ, തിരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. രാധികയുടെ അവസ്ഥ എന്താ? അയാൾ തളർന്ന് ബോധമില്ലാതെ കിടക്കുക. ഞങ്ങളെല്ലാരും അടുത്തുണ്ട്. എങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കായിരുന്നില്ലേ? നല്ല ഷോക്ക് ഉണ്ടാവും. നോക്കട്ടെ ഏട്ടാ. ആ ശരി. എന്തായി വരുൺ? തിരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അമ്മയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? പോലീസുകാരെന്തേലും പറഞ്ഞോ? ഇല്ലടോ. ഞാൻ എന്റെ അമ്മയെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് എന്നോട് എന്തൊക്കെയാ അമ്മ പറഞ്ഞേൽപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞതാ ഞാൻ കൂടെ കിടക്കാന്ന്. സമ്മതിച്ചില്ല. മോളെ, മുത്തശ്ശി അമ്മ എന്ത് സന്തോഷത്തിലായിരുന്നെന്നറിയോ? എല്ലാരോടും ചിരിച്ചും കളിച്ചും വിളമ്പി തന്നു കഴിപ്പിച്ചു. സങ്കടപ്പെടേണ്ട മോളെ. എത്രയോ കാലം ഈശ്വരൻ അമ്മയ്ക്കും മോക്കും സങ്കടങ്ങൾ തന്നില്ലേ? പിന്നെ നിസ്സാര നിമിഷം കൊണ്ട് അതൊക്കെ മാറ്റിയും തന്നില്ലേ? സങ്കടവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ മാറി മാറി വരും. പക്ഷെ എന്ത് കഴിയുമ്പോഴും നമ്മൾ ബാക്കി ഉണ്ടാവണ്ടേ? മോള് സമാധാനായിട്ടിരിക്കെ. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ പത്മിനി. വാർത്തയൊന്ന് വെച്ച് നോക്കാം. ശ്യാമ മേഡത്തിന്റെ കാര്യം എന്തായിന്നറിയാലോ. അത് വെക്കണ്ട, മോക്ക് വിഷമാവും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാമ്മേ? കാര്യങ്ങളൊക്കെ അറിയണ്ടേ? സ്വന്തം അമ്മയുടെ കാര്യം കേൾക്കാൻ രാധികയ്ക്ക് താല്പര്യം ഇല്ലാതിരിക്കോ? ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഗായക ശ്യാമയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു പരിസരവാസിയുടെ അന്വേഷണമാണ് പോലീസിനെ വഴിത്തിരിവാക്കിയത്. കൊലപാതക ശ്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കരയാതെ. എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരുന്ന എങ്ങനെയാ സഹിക്കാൻ പറ്റുക രാധിയെ കൊണ്ട്?
കുറച്ചു കഴിഞ്ഞിട്ട് വിവരം അറിയണമെന്ന് വെച്ച് ആ, നോക്കാം. അത് മതി ചെറിയമ്മ. എന്തായാലും കായലിലുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും അല്ലേമേ? ഹാ, എന്താ ചെറിയമ്മ ഇത്? രാധയ്ക്ക് ഇരിക്കുന്ന കണ്ടില്ലേ? ഓ, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്നതല്ലേ. അവരുടെ വാക്ക് കേട്ട് നീ അതിനും കൂടി കരയാൻ നിൽക്കുവാണോ മോളെ? കരയല്ലേടി മോളെ. ഇന്നലെ രാത്രി ഏകദേശം 3 മണിക്ക് ശ്യാമ മേഡം താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിന്റെ മുമ്പിലെ CCTV ദൃശ്യങ്ങളാണിത്. അവിടുന്ന് അങ്ങോട്ട് സിറ്റി റൂട്ടിലായിരുന്നു ആ വണ്ടിയുടെ സഞ്ചാരം. 3-4 ഇടങ്ങളിലെ CCTVയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ വണ്ടി തിരിയുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ കായലിന്റെ നേർക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരൊറ്റ വിഷ്വലും കിട്ടിയിട്ടില്ല.